അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനും കൂടെ നമ്മുടെ ഫ്രാങ്കോയെ ചെന്ന് കണ്ട് എല്ലാ ഓട്ടക്കാരും കൂടെ നല്ല അടിയൊക്കെ കൊടുത്ത് നന്നായിട്ട് പെരുമാറുകയാണ് ഫ്രാങ്കോയെ. അങ്ങനെ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. മേടിച്ചിട്ട് നേരെ സത്യഭാമയുടെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ സത്യഭാമയെ ചോദിക്കും, നിങ്ങൾ അവനെ കണ്ടില്ലേ, പൈസ തിരിച്ചു മേടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം വിഷ്ണു പറയും, ഇല്ല, അവനെന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ പിന്നെ പൊക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ സത്യഭാമ, നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ സത്യഭാമ നമ്മുടെ വിഷ്ണുവിനോട് പറയും. അപ്പം വിഷ്ണു പെട്ടെന്ന് പറയും, അമ്മയൊന്ന് കണ്ണടച്ചേന്ന് പറയും. അപ്പോൾ പറയും, എന്തിനാണ് കണ്ണടയ്ക്കുന്നത്, ഞാനിവിടെ തീ തിന്നുമ്പോൾ കണ്ണടയ്ക്കാൻ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറയും. അങ്ങനെ കണ്ണടച്ച് കൈ നീട്ടിച്ചിട്ട് ഈ പൈസ എടുത്ത് കൊടുക്കും. അങ്ങനെ സത്യഭാമ ചോദിക്കുന്നത് എന്താ, അപ്പോൾ പറയും തുറന്ന് നോക്കാൻ പറയും. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ പൈസ. അപ്പോൾ സത്യഭാമ ചോദിക്കും, ഇത് എന്തോ മോനെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, ഇത് അമ്മയുടെ പണം തന്നെ, അന്ന് മത്സരത്തിൽ നഷ്ടപ്പെട്ട പണമാണ്, ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സത്യഭാമയോ അപ്പോൾ പറയും, മക്കളെ എന്നാൽ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറയും. അപ്പം നമ്മുടെ അങ്ങനെ ചായക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. ചായയും കൊണ്ട് സത്യഭാമയും പൊന്നിയും വരുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രബോസിൻ്റെ വരവ്. ചന്ദ്രബോസ് വന്ന് വിഷ്ണുവിനോട് പറയും, ജീപ്പിൽ കയറടാന്നൊക്കെ പറയും. സ്വർണ്ണ കേസിൽ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും കിട്ടിയെന്ന് പറയും. അപ്പം വിഷ്ണു പറയും, എനിക്ക് തെളിവുകൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, എന്നാൽ മാത്രമേ ഞാൻ വരികയുള്ളെന്ന് പറയും. അപ്പം നമ്മുടെ ശാന്തി ഇറക്കിക്കൊണ്ടുവരും. അപ്പം ശാന്തി എങ്ങനെയാണ് ആ സ്വർണ്ണം ശാന്തിക്ക് കിട്ടിയെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോയിൽ ഇങ്ങനെ ഒരു സ്വർണം തൂങ്ങിക്കിടക്കുന്ന കാണുന്നു. അങ്ങനെ എടുത്ത് ബാഗിൽ വെക്കുന്നു. കാരണം തൻ്റെ നിവൃത്തി കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. എന്നിട്ട് നേരെ സ്വർണ്ണക്കടയിലേക്ക് പോകുന്നു. എന്നിട്ട് സ്വർണം വിൽക്കാനുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ അയാൾ സ്വർണം കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നു, അന്ന് ആ പെൺകുട്ടി ഞങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഓണറുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഓണർ ചന്ദ്രബോസിനെ വിളിക്കുന്നു. അങ്ങനെ ചന്ദ്രബോസ് ശാന്തയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ശാന്തയും കൂട്ടിക്കൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം അറിയിക്കുക. അപ്പോൾ പറയും, ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ വേണ്ടതെന്ന് പറയാം. അങ്ങനെ ആ സ്വർണവും കാണിക്കുന്നു. അപ്പം വിഷ്ണു ജീപ്പിൽ കയറടാന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ രാഘവൻ നായരാണ് ഈ സ്വർണം കാണുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ എടുത്ത സ്വർണ്ണമൊക്കെ ഇങ്ങനെ മെമ്മറിയിലേക്ക് വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ മകനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ ചന്ദ്രബോസ് അതൊന്നും കേൾക്കത്തില്ല. അപ്പം നമ്മുടെ വിഷ്ണു പറയും, എനിക്ക് ഒരു പേടിയില്ലടോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയും. നീ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറയും. അപ്പം അങ്ങനെ പറഞ്ഞു നിൽക്കുക, എന്നെ രക്ഷിക്കാൻ ഒരാൾ വരും എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് വിഷ്ണു പറയുകയാണ്. അങ്ങനെ വിഷ്ണുവിനോട് പറയും, നീ മര്യാദയ്ക്ക് ജീപ്പിലോട്ട് കയറാൻ പറയും. അപ്പം നമ്മുടെ ചന്ദ്രബോസിനെ നമ്മുടെ വിഷ്ണു അടിക്കാനൊക്കെ ചെല്ലും. അപ്പം പിന്നീട് മാറ്റി. അപ്പം ചന്ദ്രബോസ് പറയും, നിനക്ക് ഇനി മതിയായില്ലേടാ, നീ ഇനി എല്ലാവരുടെ അടി കൊണ്ടിട്ട് ഇനി അകത്തേക്ക് കയറുകയുള്ളൂ എന്നാണ് നിൻ്റെ ഇതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശാലിനി ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശാലിനി വീട്ടിലേക്ക് എത്തുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്